നൈറോബി നഗരത്തിന്റെ ഒത്ത നടുക്ക് 117 സ്ക്വയർ കിലോമീറ്ററിൽ ഒരു സവാന, ജിറാഫും കണ്ടാമൃഗവും ഒട്ടകപക്ഷിയും സീബ്ര മുതൽ സിംഹം വരെയുള്ള നല്ല ഉഗ്രൻ കാട്. നൈറോബി നാഷണൽ പാർക്ക്. ഈ കാട്ടിൽ അനാഥരായ ആനകളെ നോക്കുന്ന ഷെൽറിക് വൈൽഡ് ലൈഫ് ട്രസ്റ്റും 1,37,000 കിലോ ആനക്കൊമ്പ് കൂട്ടിയിട്ട് കത്തിച്ച ഒരു ഐവറി ബേണിംഗ് സൈറ്റും കൂടാതെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് റൈനോനെ സ്പോട്ട് ചെയ്യാനുള്ള സെൽഫ് ഡ്രൈവ് സഫാരിയാണ്. കെനിയൻ എക്സ്പെഡീഷൻ കാഴ്ചകളിലേക്ക് കടക്കാം. ഞാൻ ഹരി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. നമ്മളിതേ നൈറോബി നാഷണൽ പാർക്കിന്റെ ഗേറ്റിന് അകത്തേക്ക് കയറാം കേട്ടോ. ഈ നൈറോബി നാഷണൽ പാർക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ലോകത്ത് ഒരു സിറ്റിയുടെ നടുക്കായിട്ട് ഇതുപോലെ ഒരു നാഷണൽ പാർക്ക് ഉണ്ടാവില്ല, അല്ലെ? ക്യാപിറ്റൽ സിറ്റി എന്നല്ലോ, ഒരു സിറ്റിയുടെ ഉള്ളിൽ ഒരു നാഷണൽ പാർക്ക് ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. അപ്പൊ ഇതൊരു ഗെയിം ഡ്രൈവ് തന്നെയാണ്. നമ്മുടെ വണ്ടി തന്നെ പോവാ. നമ്മുടെ വണ്ടിയില്ല. അതായത് കെനിയയിലും മസായി മാറയിലും ഒഴിച്ച് ബാക്കി എല്ലാ നാഷണൽ പാർക്കിലും നമുക്ക് സെൽഫ് ഡ്രൈവിംഗ് അലൗഡ് ആണ്. മസായി മാറയിലും സെൽഫ് ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു, ബട്ട് അത് റീസെന്റ് ആണ് സെൽഫ് ഡ്രൈവിംഗ് നിർത്തിയത്. അപ്പൊ അതെ, ശരിക്കും ഒരു സിറ്റിയുടെ നടുവില് നാഷണൽ പാർക്ക്, കാടാട്ടോ രണ്ട് സൈഡിലും. എവിടെയെങ്കിലും നമുക്ക് റൈനോനെ മാത്രം സ്പോട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ? അല്ലാണ്ട് നമ്മുടെ മെയിൻ നൈറോബി നാഷണൽ പാർക്കിന്റെ മെയിൻ ഗോള് റൈനോ എന്ന് മാത്രം. നമ്മൾ പാർക്കിലേക്ക് എൻട്രി ചെയ്ത് ഉടനെ ഉണ്ടല്ലോ, രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ഒരു പ്ലെയിൻ ലാൻഡിലേക്ക് കയറി, ഒരു ബാരൻ ലാൻഡ് പോലെ കയറി ഒട്ടനെ ഉണ്ടല്ലോ മാനുകളെ കണ്ടു കേട്ടോ. ഇഷ്ടംപോലെ മാനുകൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇഷ്ടംപോലെ മാനുകളെ കാണുന്നുണ്ട്. അതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല. മൈൻഡിൽ ഇപ്പോൾ റൈനോ മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഇവിടെ ഷെൽറിക്കിന്റെ പാർക്കിങ്ങിൽ എത്തിയേക്കാട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഷെൽറിക്ക് തന്നെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാറൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതേ വെയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന വഴിയുണ്ടല്ലോ, നമുക്ക് ആ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വരുമ്പോൾ ദൂരെ നമുക്ക് നൈറോബിയിലത്തെ വലിയ വലിയ ബിൽഡിങ്സും ടവറുകളൊഒക്കെ കാണാം കേട്ടോ. ശരിക്കും സിറ്റി സെൻറ്ററിൽ നിന്ന് 7-8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 117 കിലോമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ ഈ നാഷണൽ പാർക്ക്. 1946 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു കൊല്ലം മുമ്പാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണേ. ഇത് കെനിയയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ നാഷണൽ പാർക്കാണ്. ഇവിടെ ഒരു ബബൂണിൻ്റെ വേലത്തരങ്ങൾ നോക്കി, ഡസ്റ്റ്ബിൻ എടുത്തു, മറച്ചിട്ടു, തുറന്നു. അതിൻ്റെ അകത്ത് എന്തോ ഒരു കാട്ടൺ ബോക്സ് ഉണ്ട്. പതുക്കെ അത് വലിച്ച് പുറത്തേക്ക് എടുത്തു. ആ സൈഡിൽ വേറൊരു ബബൂണും ഒരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പേടിച്ചിട്ടാന്ന് തോന്നുന്നു. അവരെയൊക്കെ നോക്കി വേസ്റ്റ് മുഴുവൻ തപ്പുകയാണ്. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കിയിട്ടായിരിക്കും. കാര്യം കാണാൻ രസമൊക്കെ ആണെങ്കിലും അതൊരു എന്താ പറയുക, സങ്കടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതിനെവിടെയും ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിട്ട് ഈ വേസ്റ്റൊക്കെ തപ്പണം. അപ്പോൾ ഒരു കോഫി മഗ് ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് പോയി. പിന്നെന്തോ ഈ കപ്പ് നൂഡിൽസ് പോലൊരു സാധനം, അവർ ശരിക്കും അത് അടച്ചു വെച്ചേക്കണതാണ് പ്രോപ്പറായിട്ട്. ഇവിടുത്തെ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. അതിനെന്തോ ഒരു ലോക്ക് പോലെ ഉണ്ട്. പക്ഷേ ഈ കുരങ്ങനൊക്കെ നല്ല ബുദ്ധിയല്ലേ. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്ന മനുഷ്യന്മാരെക്കാൾ ബുദ്ധിയാണ് ഇവിടെ മറ്റേ ഹൈനയ്ക്കും ഈ ബബൂണിനൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളതേ ഈ ഭാഗത്ത് ഒരു കണ്ടെയ്നർ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ ആണെങ്കിൽ ഒരു ഓർഫൻ എലിഫൻറ്റിനെ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു റൈനോ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫണ്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. ആൻറ്റി പോച്ചിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അകത്തേക്ക് കയറാം. അതിൽ അവിടെ നിന്നിട്ട് വാവാന്ന് പറയുന്നുണ്ട്. അവിടെ 1 മണിക്കൂർ നമുക്ക് സമയമുള്ളൂ, 11 തൊട്ട് 12 വരെയോ. അപ്പോൾ അതിനുള്ളിൽ നമുക്കിതൊക്കെ കയറി കാണണം. ആകെ ഈ ഒരു 1 hour ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വന്നേക്കുന്ന ടൂറിസ്റ്റ് മൊത്തം വെള്ളക്കാരാട്ടോ, മൊത്തം വെള്ളക്കാരാണ്. അപ്പോൾ അവരൊക്കെ മുമ്പിൽ ഇത് നടന്നു പോയി, നമ്മൾ പുറകെ നടക്കുന്നു. നല്ല തിരക്കാണല്ലോ രമേശേട്ടാ. ഹെലികോപ്റ്ററാ. പാലിന്റെ സമയമാകുമ്പോൾ ഇവർക്ക് അറിയാം. അപ്പൊ ഇവര് പാല് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ പാല് കൊടുക്കും. ഇവിടെ വന്ന് അവർ കുറച്ചു നേരം നിൽക്കും, അവരുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുന്ന അവർക്ക്. മെയിനായിട്ട് ഫീഡിങ് ആണ് ഇത് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇത് ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ പാർക്കിന്റെ ഉള്ളിൽ തന്നെയാണ്. ബാക്കി അവരുടെ ഹാബിറ്റാറ്റും എല്ലാം പാർക്കിന്റെ ഉള്ളിൽ തന്നെ. വയ്യാണ്ടായി കഴിഞ്ഞാൽ ഇവർക്കൊരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് എല്ലാ ആനയ്ക്കും ഒരു കെയർ ടേക്കറാണ്. ഒരു കെയർ ടേക്കറും ഒരു കെയർ ഗിവറും. ഓക്കെ. അതിൽ പറയണതേ ആ ഒരു പോയിന്റിൽ നിന്ന് ആനക്കുട്ടികൾ ഇങ്ങനെ ഓടി വരും ഇത്രയും ഒരു സമയമാകുമ്പോൾ പാല് കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ കെയർ ടേക്കേഴ്സ് പാലിൻ്റെ കുപ്പിയൊക്കെ ആയിട്ട്, കുപ്പിപ്പാലൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൊത്തം ടൂറിസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മൊത്തം വെള്ളക്കാരാണ്. നടുവിലൊരു ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ വരുന്നു. റൈനോ കുട്ടിയുണ്ട്, സീബ്ര കുട്ടിയുണ്ട്. ഞാൻ ആന മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്. അതെ അല്ലേ? അവിടെ നിന്ന് ഇങ്ങനെ ആണോ?
വന്ന ഉടനെ ഉണ്ടല്ലോ അത് ഓടി എൻ്റെ കെയർ ടേക്കറിൻ്റെ അടുത്ത് പോയിട്ട് പാല് കുടിച്ചോണ്ടിരിക്കുക. അവിടെ പാവം നിന്നത് കണ്ടു കഴിഞ്ഞാൽ അത് വന്നോട് കൂടിയിട്ട് ഇവിടെ എല്ലാവരും സൈലൻ്റ് ആയിട്ടോ. നല്ല എല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചയായിരുന്നു, പക്ഷെ ഭയങ്കര സൈലൻസ് ആയി. പാവം അത്. with the mother for about 17 years. 1977 ഡാഫ്നെ ഷെൽറിക് എന്ന പേരുള്ള കെനിയയിൽ ജനിച്ചു വളർന്നൊരു ബ്രിട്ടീഷ് വനിതയാണ് ഭർത്താവായ ഡേവിഡ് ഷെൽറിക്കിന്റെ ഓർമ്മയ്ക്കായി ഷെൽറിക് വൈൽഡ് ലൈഫ് ട്രസ്റ്റിന് രൂപം കൊടുക്കുന്നത്. കഴിഞ്ഞ 50 കൊല്ലത്തിൽ 300 അനാഥരായ ആനകളെയാണ് ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ 1500 ആനകൾക്ക് ചെറുവിമാനങ്ങളിൽ നാഷണൽ പാർക്കിൽ ചെന്ന് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സും കൊടുക്കുന്നുണ്ട് ഇവർ. ഈ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞൻ സുറി എന്നു പേരുള്ള ഒരു പീഡിയാനയാണ്. ഈ കഴിഞ്ഞ മെയ്യിൽ സാവോ നാഷണൽ പാർക്കിനടുത്തൊരു സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് ഇവളെ റെസ്ക്യൂ ചെയ്ത് വിമാനത്തിൽ നൈറോബിയിൽ എത്തിക്കുന്നത്. കൊണ്ടുവരുമ്പോൾ ഈ ആനക്കുട്ടിക്ക് 5 മാസം മാത്രമേ പ്രായമുള്ളൂ. ഇവിടെയുള്ള ഓരോ ആനക്കുട്ടികൾക്കും ഇങ്ങനെ ഓരോ കഥകളുണ്ട്. ഗംഭീര പരിപാടിയാട്ടോ. അതിങ്ങനെ കുറേ നേരം നമുക്കൊരു ഷോ പോലെയാണ്. അവിടെ നിന്ന് അയാൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ആനക്കുട്ടികളൊക്കെ ആ സൈഡിലേക്ക് പോയി, ആൾക്കാരൊക്കെ പോയി തുടങ്ങി. പക്ഷേ കുറച്ച് പേര് അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ലതാണ്. ഞാൻ ആദ്യം വിചാരിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നതാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ നിൽക്കണ എല്ലാവരും എൻജോയ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ആ സീബ്ര ഉണ്ടല്ലോ, അത് സീബ്ര അല്ല, അത് സീബ്രയുടെ ശരീരത്തിനുള്ളൊരു പട്ടിക്കുട്ടിയാണ്. പാലക്കാട്ടി എല്ലാവരുടെ അടുത്ത് നിന്ന് തലയൊക്കെ മുട്ടിച്ച് അതിങ്ങനെ തലയൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ $50 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആനനെ സ്പോൺസർ ചെയ്യാൻ പറ്റും കേട്ടോ, ഇയർലി. അപ്പോൾ ഇതിൻ്റെ ഓണർ, കറണ്ട് ഓണർ, അവർ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു. അവർ ചെയ്യുന്ന വാട്ടർ കളറിൻ്റെ ഒരു പെയിൻറ്റിങ്, അതായത് നമ്മൾ ഏത് ആനയ്ക്കാണോ ഡൊണേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ആനയുടെ ഒരു പെയിൻറ്റിങ് നമുക്ക് കിട്ടും. കൂടാതെ ഈ ആനയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എല്ലാ മാസം കിട്ടും. അതിൻ്റെ കെയർ ടേക്കർ, എല്ലാ ആനയ്ക്കും ഒരു കെയർ ടേക്കറാണ്. അപ്പോൾ ആ കെയർ ടേക്കറിന് ഒരു ഡയറി ഉണ്ട്, ആ ഡയറിയുടെ കോപ്പിയൊക്കെ കിട്ടും. അപ്പോൾ രമേശേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം. അപ്പോൾ ഗിഫ്റ്റായിട്ട് ആൾ ഈ ഒരു ആനേനെ സ്പോൺസർ ചെയ്യാണ്, അല്ലെങ്കിൽ ആ ആനേനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ്. $50 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു പെയിൻറ്റിങ് കിട്ടും. രമേശേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം ഉഷാറായിരുന്നു കേട്ടോ. എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. എല്ലാം ആഫ്രിക്കൻ ആനകളാണ്. നമ്മൾ ആനകളെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ആനകളെ കാണുന്നില്ലല്ലോ. അത് ഇത്രയും ക്ലോസ് ആയിട്ട് എന്ത് രസമാണെന്നറിയാം. തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കിളിന്ത് പോലത്തെ തുമ്പിക്കൈയാണ്. രമേശേട്ടൻ്റെ മോൾക്കുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് നടക്കുകയാണ്. അതിൽ നേരത്തെ പോയിട്ടോ എന്തോ കാർഡ് വർക്കാവുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ എന്തോ കാർഡ് എടുക്കാൻ പോയി, ആ നേരം കൊണ്ട് വർക്കായി. അപ്പോൾ അതിൽ പാർക്കിങ്ങിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. മൊത്തം ഇവിടെ ഈ നൈറോബി നാഷണൽ പാർക്കിൽ 175 റൈനോസാണ്. അതിൽ 126 എണ്ണം ബ്ലാക്ക് റൈനോസും ബാക്കി 45 വൈറ്റ് റൈനോസുമാണ്. അപ്പോൾ കെനിയയിൽ മൊത്തം റൈനോ പോപ്പുലേഷൻ, ബ്ലാക്ക് റൈനോ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 11% ഇവിടെ നൈറോബി നാഷണൽ പാർക്കിലാട്ടോ. ഇത് എൻഡേഞ്ചേർഡ് അല്ലേ നല്ലോണം. അത് പണ്ട് കാലത്തെ അതിനെ ഒരുപാട് ഈ പോച്ച് ചെയ്തിട്ട് എൻ്റെ കൊമ്പിന് വേണ്ടിയിട്ട് ഈ ചൈനീസ് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാനെന്ന് തോന്നുന്നു. അത് മെയിനായിട്ട് ഉണ്ടാക്കുക, അല്ല ഇതിനെ കൊല്ലുക. അതിന് വേണ്ടി ഇതിനെ കൊന്ന് ഇപ്പം ഇതിൻ്റെ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. പറഞ്ഞില്ലേ, വളരെ കുറച്ചേ ഉള്ളൂ. ഹൈറാക്സ് വാലി, സെൻട്രൽ വർക്ക്ഷോപ്പ്, Hyrax Valley. We go Hyrax Valley. Have you seen any rhinos? Rhinos down. The other side. നമ്മൾ വണ്ടി ഓടിച്ച് ഹൈന ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിയേക്കാട്ടോ. ഈ കാണുന്നതാണ് വാട്ടർ ബോഡിയാണ് ഹൈന ഡാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിറച്ച് മാനുകളുണ്ട്.
ആ ഒരു ഭാഗത്തായിട്ട് കുറേ വൾച്ചേഴ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കൊത്തി തിന്നാണെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ പൊട്ടുപൊട്ടായിട്ട് കണ്ടു. 3-4 വൾച്ചേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെ ഞാൻ കണ്ടത്? അതേ ഇരിക്കുന്നു. ഓസ്ട്രിച്ചാണ്, വൾച്ചറല്ല. അവിടെ ഒട്ടകപ്പക്ഷി ഇരിക്കുന്നുണ്ട് കേട്ടോ, 2 പേര്. ഇവിടെയൊക്കെ നിറച്ച് മാന കേട്ടോ, നിറച്ച് മാനുകൾ നിൽക്കുന്നുണ്ട്. ഒരു ക്യാമ്പർ വാൻ പോലെ എന്തോ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഓസ്ട്രിച്ചിൻ്റെ അടുത്തേക്ക് പോവാം. രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. ഗ്രേ ഫീമെയിൽ അല്ലേ, ഗ്രേ ഫീമെയിലും ബ്ലാക്ക് മെയിലുമാണ്. അപ്പോൾ കാറ്റടിച്ചിട്ടേ അതിൻ്റെ ഫെദർ ഇങ്ങനെ നീങ്ങണതാണ്. എന്ത് രസമാണെന്നറിയോ, അതിങ്ങനെ അത്രയും സോഫ്റ്റാണ്. നമുക്ക് അതിൻ്റെ കാറ്റടിച്ചിട്ട് അത് നീങ്ങണാണെന്ന് മനസ്സിലാവും. 2 പേർക്കും വേറെ വേറെ ടൈപ്പാണ്. ഒരാൾക്ക് തൂവൽ പോലെയാണ്, മറ്റേ ആൾക്ക് തൂവൽ മനസ്സിലാവണില്ല, ഇങ്ങനെ രോമം പോലെ ഇരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഇതേ കഴുത്തൊക്കെ നിലത്തിട്ട് വരച്ച് ചിറകൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. രണ്ടും തൂവൽ തന്നെയാട്ടോ. ആ തൂവലാണ്, പക്ഷെ കാണുമ്പോൾ തൂവൽ പോലെ അല്ലല്ലോ. സിൽക്കി ഒരു സൈഡിലൊരു ജിറാഫിനെ കണ്ട് വണ്ടി ഒതുക്കിയതാണ് കേട്ടോ. ഈ മരത്തിൽ നിന്ന് ഇങ്ങനെ പുല്ലൊക്കെ തിന്നാണ്. പക്ഷെ ആ നേരത്തെ ഒരാൾ ആ സൈഡിൽ നിന്ന് ചാടി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കയറി പോവാ കേട്ടോ. റൈനോനെ മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കാണാം കേട്ടോ. ഇത് അവിടെ എയർപോർട്ടാന്ന് തോന്നുന്നു. അവിടെ ഒരു എമിറേറ്റ്സ് ലാൻഡ് ചെയ്യുന്നുണ്ട്. ദൂരെ എമിറേറ്റ്സ് ലാൻഡ് ചെയ്യുന്നു. സൈഡിൽ ജിറാഫ്, ആ ഒരു സൈഡിൽ ജിറാഫ്. ജിറാഫിനെ കണ്ട് മുമ്പിലേക്ക് വണ്ടി നീങ്ങുന്നു. റോഡ് സൈഡിൽ സീബ്രകൾ, ചെറപറ സീബ്രകൾ. 1, 2, 3, 4, 5, 6, 7, 9 കുറേ എണ്ണം ഉണ്ട് കേട്ടോ. എണ്ണാൻ പറ്റേട്ടായി. ഇവിടെ ഒരു 5 പേരുണ്ട് കേട്ടോ. അവിടെ കുറേ പേരുണ്ട്, 5-6 പേരുണ്ട് കേട്ടോ അവിടെ. ഇന്ന് നമ്മൾ രാവിലെ ആനക്കുട്ടിയും സീബ്രേനെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ സീബ്രേനെ ടേക്ക് കെയർ ചെയ്യുന്ന ആളുണ്ടല്ലോ, ആളുടെ ഡ്രസ്സും സീബ്രയുടെ ആ സ്ട്രൈപ്സ് പോലെയാണ്. അപ്പോൾ അതിനൊരു മദർലി ഫീലിംഗ് കിട്ടാനൊക്കെ ആയിരിക്കണം. അവിടെ നോക്ക്, സീബ്രകൾ, അപ്പുറത്തെ ജിറാഫ്. നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ റെയിൽവേ ബ്രിഡ്ജ് പോകണം കേട്ടോ. എത്ര ദൂരം നോക്കി, ചൈനീസ് പണിതാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കാണാൻ. അപ്പോൾ ഇടയിൽ ഒരു സഫാരി ജീപ്പ് പോയപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഈ ഒരു ഡയറക്ഷനിൽ പോകാനാട്ടോ പറഞ്ഞത്, ബ്രിഡ്ജിൻ്റെ ഡയറക്ഷനിൽ. അവിടെ എവിടെയോ റൈനോനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ആ ഒരു സൈഡിലേക്ക് പോയി നോക്കുകയാണ്, കാണാൻ പറ്റുമോ എന്നറിയില്ല. അയാൾ എത്ര റൈനോനെ കണ്ടെന്ന് പറഞ്ഞോ? ഇല്ല അല്ലേ. ഇവിടെ ഈ പില്ലറിൻ്റെ നമ്പറൊക്കെ വെച്ചിട്ടാട്ടോ ആൾക്കാർ ഇങ്ങനെ സ്പോട്ട് ചെയ്തൊക്കെ പറഞ്ഞു തരണേ. ഇതെന്താ ബ്രാവോ അല്ല, ഇത് 10 ആൽഫ. 10 ആൽഫ. 10 ആൽഫ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിന്റെ നെയിം അങ്ങനെയാണോ? അതായത് 3 ഡയറക്ഷനാണ് പാർക്കിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ. അപ്പോൾ അത് ആൽഫോ, ബ്രാവോ, ചാർലി. അതിൽ നമ്മളിപ്പോൾ ആൽഫയിലാണ് ഉള്ളത്. ഇനി ബ്രാവോയിലേക്ക് ബ്രാഞ്ച് ചെയ്ത് നോക്കാം. 10 ആൽഫയിലാണ് ലാസ്റ്റ് സൈറ്റിംഗ്. ഷെൽറിക് എലിഫന്റ് ഓർഫനേജിൽ നിന്ന് ഇറങ്ങി റൈനോനെ തപ്പാൻ തുടങ്ങിയിട്ട് 3.5 മണിക്കൂർ കഴിഞ്ഞു. ഒരു രക്ഷയുമില്ല. പോയ വഴികളൊക്കെ വീണ്ടും പോയി നോക്കി. മടുപ്പും വിശപ്പും കൂടി വന്നപ്പോൾ കയ്യിലുള്ള കുക്കീസൊക്കെ കഴിച്ച് സെർച്ച് വീണ്ടും തുടങ്ങി. മടുപ്പിനേക്കാൾ ബുദ്ധിമുട്ട് തലച്ചോറിനെ അടക്കിയിരുത്തുക എന്നതാണ്. ഒരു ഉണങ്ങിയ മരമോ നിഴലോ ദൂരെ ഒരു കുറ്റിച്ചെടിയോ എന്തും ഏതും തലച്ചോറ് കണ്ടാമൃഗമായി കാണാൻ തുടങ്ങി. അതുകൊണ്ട് ഇടയ്ക്കൊരു സ്റ്റോപ്പ് എടുക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് ഒതുക്കി.
Are there rhinos down there? Yeah, you know Motika? Down there. There is one. എവിടെ സ്പോട്ട് ചെയ്തേ? താഴേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് കയറി കഴിഞ്ഞിട്ടാണ് അവിടെ അവിടെ 3-4 ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വാഷ്റൂം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വാഷ്റൂമിൽ പോയി കാണും. അപ്പോൾ ഇവിടുന്ന് ആ വഴി അങ്ങനെ താഴത്തേക്ക് പോയാൽ കാണാമെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു സഫാരി ജീപ്പും കുറച്ച് ടൂറിസ്റ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും കാണാൻ പറ്റേണ്ടതാണ്. കുറേ നേരമായിട്ടോ, സമയം 3:10. ഞങ്ങളെപ്പോൾ കയറിയത് എൻ്റെ അകത്ത്. ഇവിടെയൊക്കെ റൈനോ ഡ്രോപ്പിങ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ റൈനോനെ മാത്രം കാണാനില്ല. Dogo. ആഹാ, എന്തായാലും എൻ്റെ ഹൈറ്റ്. ഇതിന്റെ കാലാണ് കേട്ടോ അന്ന് കാർണിവറിൽ കഴിച്ചത്. സഫാരി വെഹിക്കിൾ ഡ്രൈവർമാർ പറഞ്ഞ സ്ഥലമൊക്കെ പരതി. നോ രക്ഷ. അധികം വണ്ടികൾ പോകാത്ത വഴികളിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു നോക്കി. പക്ഷേ റൈനോക്കുട്ടന്മാരെ മാത്രം കണ്ടില്ല. പക്ഷി എന്താ മാനോ പോത്തോ അങ്ങനെ എന്താ ആ കണ്ണല്ലേ റെഡ്. അവര് പറഞ്ഞ സ്ഥലത്തൊക്കെ വന്നു കേട്ടോ. ഇവിടെ ഒന്നും കാണാനില്ല. റോഡൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി. ഞങ്ങൾ തിരിച്ചു ഓടിക്കുക കേട്ടോ. കുറേ നേരം മുമ്പിലോട്ട് പോയിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ സമയം 3:30 കഴിഞ്ഞു. ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് ടൈമിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ അവർ ഫൈൻ ചെയ്യും. അപ്പോൾ തിരിച്ചു ഓടിക്കുകയാണ്. പോണ വഴിക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ അതിൽ പറഞ്ഞത് ഇവിടെ ചറപറ കാണുന്നൊരു സാധനമാണ്. എന്താണ് ഇങ്ങനെ കാണാൻ പറ്റാത്തതെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. Boss, do you know where the rhinos are? No. I was told it's just somewhere nearby. But we went all the way up, we didn't see it. നേരത്തെ ഒരു വാഷ്റൂമിൻ്റെ അവിടെ നിർത്തിയില്ലേ, അവിടെ ഒരു റേഞ്ചർ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് റേഞ്ചറിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആൾ പറയണത് ആൾ പറ്റുകയാണെങ്കിൽ കൂടെ വരാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് തിരിയാനാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ബ്രിഡ്ജ് അല്ലാത്ത വേറൊരു ബ്രിഡ്ജും കൂടി ഉണ്ട്. അവിടെ നിന്ന് തിരിയാനാണ് പറഞ്ഞത്. അതെ, ആളും കൂടി വരുന്നുണ്ട്. താങ്ക് യു. ഫൈനലി Thanks to Alex. താങ്ക് യു അലക്സ്. എത്രയാ തപ്പി നടത്തിയെന്നറിയോ? ഇതേ ഇരിക്കണോ, ഒരാൾ കിടക്കണോ, രണ്ടുപേരും മെയ്യുന്നു. കുറേ അലഞ്ഞോട്ടോ എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നിൽക്കുന്ന പുല്ല് തിന്നുന്ന ആളില്ലേ, അത് മെയിലുമാണ്. അവിടെ കിടക്കുന്ന 2 പേര് ഫീമെയിൽസാണ്. അതിലൊരു ഫീമെയിലിൻ്റെ കൊമ്പ് ഇതൊക്കെ ചെറുതല്ലേ, അതിൻ്റെ ഹോൺ ഇങ്ങനെ ഭയങ്കര വലുതാട്ടോ, അങ്ങനെ നീണ്ട് നിൽക്കണം. നമ്മൾ പുറത്ത് ഇതിൻ്റെ ഒരു പ്രതിമ പോലെ കണ്ടിരുന്നു. വലിയ കൊമ്പുള്ളത് മെയിലാണോ? നമ്മളെ നോക്കി നിൽക്കുന്നതാണ് ഫീമെയിൽ. ഓക്കെ. അപ്പോൾ 2 മെയിലാട്ടോ കിടക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നത് ഫീമെയിൽ. അതിനാണ് ആ കൊമ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര രസമാണ് ആ കൊമ്പ് കാണാൻ. Thank you. Okay, welcome. Thank you so much. You're coming to the gate? Me? Yeah? No, yeah, I'm okay. Okay, fine. Thank you so much. Thank you, Alex. Welcome again. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് ഐവറി ബേണിംഗ് സൈറ്റിലെത്തി കേട്ടോ. അതെ, ഇവിടെ ഒരു മോണ്യുമെൻ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദിസ് മോണ്യുമെൻറ്റ് വിച്ച് കമമറേറ്റ്സ് ദ ബേണിംഗ് ഓഫ് 12 ടൺ ഐവറി. 12,000 കിലോ ഐവറി. ഓണറബിൾ പ്രസിഡന്റ് ഡാനിയൽ ടി
1989 ജൂലൈ 18 കത്തിച്ച് കളഞ്ഞു കേട്ടോ. ഇതേ പോണു. എത്ര പ്ലെയിനാണെന്നറിയോ പോണേ, കുറേ പ്ലെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 12 ടൺ ഐവറി ഉണ്ടാക്കണമെങ്കിൽ എത്ര ആനകളെ കൊന്നുണ്ടാവണം. അപ്പോൾ പോച്ചിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിനെതിരെ ഒരു സ്ട്രോങ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് അന്നത്തെ പ്രസിഡന്റ് ഇവിടെയാണ് അതെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ചത്. എത്ര 3 ദിവസം കണ്ട് നിന്ന് കത്തി ഇത്ര 12 ടൺ ആനക്കൊമ്പ്. ആലോചിക്കാൻ വയ്യ എത്ര ആനകളായിരിക്കും കൊന്നു കളഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും അപ്പോൾ അതിനുള്ള ഒരു മോണിമെൻ്റ് ആണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മിത്സ് ആൻഡ് ഫൺ ഫാക്ട്സ് അബൌട്ട് എലിഫന്റ് ആൻഡ് റൈനോസ്. ഫോർ മോർ ദാൻ 2000 years ഐവറി ആൻഡ് റൈനോ ഹോൺ പ്രൊപ്പോർഷൻസ് ഹാവ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ആസ് മെഡിസിൻ ഇൻ മോസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. അപ്പോൾ അതൊക്കെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയ കേട്ടോ. അപ്പോൾ ഈ റൈനോ ഹോൺസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മളവിടെ കണ്ട ആ റൈനോ അതിൻ്റെയും ഹോൺസ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് പോച്ചിങ്. ഇവിടെ ഭയങ്കര കുറവാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട്, അതായത് ഗവൺമെൻറ് തന്നെ കട്ട് ചെയ്തിട്ട് ഫേക്ക് ആയിട്ടുള്ള റൈനോ ഹോൺ വെക്കും, എന്നിട്ട് അതിൽ GPS ഒക്കെ വയ്ക്കും. അപ്പോൾ ഇതിനെ ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതല്ലാതെ എനിക്ക് തോന്നുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഫേക്ക് ആയിട്ടുള്ള റൈനോ ഹോൺസ് ഉണ്ടാക്കും. അത് കുതിരയുടെ രോമത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. റൈനോൻ്റെ ഹോൺ ശരിക്കും കുതിരയുടെ അതെ കെരാറ്റിനാണ് മെറ്റീരിയൽ. അപ്പോൾ ഫേക്ക് ആയിട്ട് കുതിരയുടെ രോമം വെച്ച് റൈനോ ഹോൺസ് ഉണ്ടാക്കിയിട്ട് ചൈനീസ് മാർക്കറ്റ് ഫ്ലഡ് ചെയ്തു അതിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യിക്കാനൊക്കെ. പക്ഷേ ഇതൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ആണ് അവിടെ എഴുതി വെച്ചേക്കണം തോന്നുന്നത്. അതൊക്കെ ഞാൻ വായിച്ചതിൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞതാണ്. ഈ ബോർഡ് ഇപ്പോൾ വായിച്ചപ്പോഴേ ഇതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്നുണ്ട്, ഡു നോട്ട് കളക്ട് എനി ആഷ് ഫ്രം ദി ഐവറി ബേണിംഗ് സൈറ്റ്. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് നോട്ടീസ് ചെയ്യണം കേട്ടോ. അന്ന് 1989 ഇത് കത്തിച്ചതിൻ്റെ ചാരം ദേ ഇവിടെ 3 കൂനയായിട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്, അതിൻ്റെ അപ്പുറത്തൊന്ന്. അപ്പോൾ ഇത് കളക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കല്ലൊക്കെ കാണാനുണ്ട്. അല്ല, ഇത് ആനക്കൊമ്പാണോ? ഇത് ആനക്കൊമ്പാണോ? ദൈവമേ, ആണോ? സോറി ഇതപ്പോൾ ആനക്കൊമ്പാട്ടോ കത്തിച്ച് കളഞ്ഞത്. ഈ ആഷിൻ്റെ സൈഡിലായിട്ടുണ്ടല്ലോ ഇവിടെ ഒരു ബോർഡിൽ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് 1989 പ്രസിഡന്റ് കത്തിച്ചത്. 12 ടൺ, 2011 5 ടൺ, 2015 അത് 15 ടൺ, 2016 105 ടൺ ഓഫ് ഐവറിയും പിന്നെ 1.35 ടൺസ് ഓഫ് റൈനോ ഹോൺസും. ഓയ്യോ, 1350 കിലോ റൈനോ ഹോൺസും 1,05,000 കിലോ ആനക്കൊമ്പും. അത് നോക്കി എത്ര കൂട്ടായിട്ടാണ് കത്തിക്കണേന്ന്. അപ്പോൾ ഇത് കുറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി. 105 ടൺ ആനക്കൊമ്പും 1.35 ടൺ റൈനോ ഹോൺസും. അപ്പോൾ എത്ര റൈനോനെ കൊന്നുണ്ടാവും അല്ലേ? 1 കിലോ പിടിക്കി, 1 കിലോ പോട്ടെ, ഒരു 5 കിലോ പിടിച്ചാലും എത്ര റൈനോനെ കൊന്നുണ്ടാവും? ഒരു വിഷമം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് പിടിച്ച ആനക്കൊമ്പല്ലേ, പിടിക്കാത്ത എത്ര ഉണ്ടാവും ആലോചിച്ച് നോക്കി. അപ്പോൾ സമയം 5 മണിയായി. അതിലെ സമയം 5 മണിയായി. ഞങ്ങളിത് ഇറങ്ങട്ടെ. കുറേ നേരമായി, രാവിലെ ഇറങ്ങിയതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നൈറോബി നാഷണൽ പാർക്കിലെ കറക്കവും പിന്നെ നമ്മുടെ ആനക്കുട്ടിയുടെയും സീബ്രയുടെയൊക്കെ കളിയും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഐവറി സൈറ്റും ഐവറി ബേണിംഗ് സൈറ്റൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിത് അവിടെ ചുരുക്കി നേരെ വീട്ടിലേക്ക് പോകാം അല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ കെനിയ സീരീസ് ഓൾമോസ്റ്റ് ഇങ്ങനെ എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.